അനുമോളുടെ വളരെ വ്യത്യസ്തമായൊരു നിലപാടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. അല്പസമയം മുൻപ് ലൈവിൽ അനുമോളും സാബുമാനും കൂടി എന്തൊരു ഗെയിമാണോ ഒരു ആക്റ്റാണോ അതൊരു ഡാൻസിൻ്റെ സ്റ്റെപ്പാണോ എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു ആക്റ്റ് അവിടെ ചെയ്യുന്നുണ്ട്. സാബുമോൻ അടുത്തേക്ക് വരുന്നു, അനുമോളുടെ തൊട്ടടുത്ത് വന്നിട്ട് ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ ആട്ടുന്നുണ്ട്. സ്നേക്ക് ഡാൻസ് പോലെയൊക്കെ അടുത്തേക്ക് വന്നിട്ട് ബൊമ്മാലിയിൽ നിന്ന് തൊട്ടടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് ശരീരത്തൊക്കെ ഇങ്ങനെ മണത്തൊക്കെ നോക്കും. അനുമോളും സാബുമോനും മാത്രമല്ല, നെവിനും ബിന്നിയും ലക്ഷ്മിയും സാബുമോനും ഇവരൊക്കെ എല്ലാം തമ്മിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ജിസയിലും ആര്യനും തമ്മിൽ അന്നൊരു പ്രശ്നമുണ്ടായപ്പോൾ പുതപ്പിൻ്റെ അടിയിൽ ആ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് അനുമോള് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നേ, ഒരു പെണ്ണും ചെറുക്കനും അടുത്ത് വന്നാൽ എന്താ സംഭവിക്കുക, ചുംബിക്കും, പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആര്യനും ജിസയിലും പുതപ്പിൻ്റെ അടിയിൽ ആ ഒരു അടുത്ത് വന്നിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത ആളാണ്. പെണ്ണും ചെക്കനും അടുത്ത് വന്ന് ഈ എന്ത് സംഭവിക്കും, ഉമ്മ കൊടുക്കും എന്നാണ് അന്ന് ജിസേലിനെ ആര്യനെയും പറ്റിയും അനുമോള് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, സാബുമോൻ തൊട്ടടുത്തല്ലേ വന്നത്, എന്നിട്ട് ഇവർ ഉമ്മ വെച്ചോ? ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു ഗെയിമായിട്ട് തന്നെ അവിടെ എല്ലാവരും കണ്ടു. ആരെങ്കിലും അനുവിനെ പറ്റി കുറ്റം പറയാനോ അല്ലെങ്കിൽ അനുവും സാബുവും തമ്മിൽ തൊട്ടടുത്ത് നിൽപ്പുണ്ട് എന്ന് അവിടെയുള്ള മത്സരാർത്ഥികൾ ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം അവിടെയുള്ള ആര് തന്നെ പറഞ്ഞാലും പുറത്തുള്ള ആരൊക്കെ തന്നെ ചർച്ചയാക്കിയാലും അനുമോൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരാണും പെണ്ണും അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഉമ്മ വയ്ക്കുമെന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗാണ് സാബുമാൻ അനുവിൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്ന് ആ ഒരു ആക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. ഇതെന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഗെയിമാണ് സാബുമോനും ഈ നെവിനും അനുമോളും ബിന്നിയും ലക്ഷ്മിയും ഒക്കെ അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഒരു ഗെയിമാണോ അതൊരു ഡാൻസ് ആണോ എന്ത് തന്നെ ആയിക്കോട്ടെ. എന്തായാലും ഇങ്ങനെ ഈ ഒരു ആക്ട് ലൈവിൽ നടക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. എന്തായാലും നിങ്ങൾക്കും അത് ഓർമ്മ വന്നെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.